ഹായ് ഫ്രണ്ട്സ്, മൈൻഡ്ഫുൾ വ്ളോഗിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇപ്പം സമയം ഇവിടെ 8 മണി ആവാറായിട്ടോ. എന്നിട്ടും പുറത്തെ വെട്ടം കണ്ടോ, ഇതുവരെ ഇരുട്ടിയിട്ടില്ല. മുറിയിലേക്ക് നല്ല വെട്ടമാണ് കയറുന്നത്. ഒരു 9 മണിയൊക്കെ കഴിയും ചെറുതായിട്ടൊന്ന് ഇരുട്ടി തുടങ്ങാനായിട്ട്. പിന്നെ ഞാൻ നാട്ടിൽ നിന്ന് പോരുന്നതിന് മുമ്പ് NRE അക്കൗണ്ട് തുടങ്ങാനായിട്ട് ഞാൻ ഫെഡറൽ ബാങ്കിലാണ് NRE അക്കൗണ്ട് തുടങ്ങാൻ പോയത്. അപ്പോൾ NRE അക്കൗണ്ട് കാരണം ഞാൻ അന്വേഷിച്ചപ്പോൾ ഫെഡറൽ ബാങ്കിലാണ് നല്ലത്, NRE അക്കൗണ്ടൊക്കെ തുടങ്ങാനായിട്ട് നല്ലതെന്ന് പറഞ്ഞ് ഞാൻ ഫെഡറൽ ബാങ്കിൽ കുറച്ചും കൂടെ നമുക്ക് എന്താ പറയുന്നത്, അക്കൗണ്ട് എടുക്കാൻ ചെല്ലുമ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടൊന്നുമില്ല. കാരണം അവർ തന്നെ അത്യാവശ്യം നല്ല എല്ലാ അവരെല്ലാം തന്നെ ചെയ്തു തരുന്നുണ്ട്. നമുക്ക് ഒത്തിരി നേരം വെയിറ്റ് ചെയ്ത് ബുദ്ധിമുട്ടിക്കുന്നൊന്നുമില്ല. അങ്ങനെ നല്ല സപ്പോർട്ടാണ്. ഫെഡറൽ ബാങ്കിലെ സ്റ്റാഫാണെങ്കിൽ പോലും എല്ലാവരും നല്ല സപ്പോർട്ടാണ്. അപ്പം ഞാൻ അക്കൗണ്ട് എടുക്കാൻ ചെന്നു. അപ്പോൾ അവിടെ NRE അക്കൗണ്ടും NRO അക്കൗണ്ടും ഞാൻ എടുത്തു. ഫെഡറൽ ബാങ്കിൽ നിന്ന് എടുത്തു. NRE അക്കൗണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വിദേശത്ത് ജോലി ചെയ്യുന്ന എമൗണ്ട് ഇടാനായിട്ട്, നമ്മുടെ എമൗണ്ട് ഇടാൻ വേണ്ടിയിട്ടുള്ളതാണ്. NRO അക്കൗണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നാട്ടിൽ നിന്ന് നമുക്ക് ഇപ്പം നമ്മൾ വിദേശത്ത് വന്നു, നമുക്ക് എന്തെങ്കിലും പൈസയുടെ ആവശ്യം വരുവാണ്, നമ്മുടെ വീട്ടിൽ നിന്ന് നമുക്ക് പൈസ ഇടണം. അപ്പം അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുവാണെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ളതാണ് NRO അക്കൗണ്ട്. അപ്പം ഞാൻ NRE അക്കൗണ്ടും NRO അക്കൗണ്ടും ഞാനവിടെ ഫെഡറൽ ബാങ്കിൽ എടുത്തു. പിന്നെ അതിൻ്റെ പാസ്ബുക്കും ചെക്കും ATM കാർഡ് എല്ലാം 2 സെപ്പറേറ്റ് ആയിട്ട് കിട്ടി. അപ്പം ഞാൻ 2 ചെക്ക് ബുക്കിലും NREയുടെയും NROയുടെയും ചെക്ക് ബുക്കിലും എല്ലാത്തിലും സൈനിട്ട് ഞാൻ വീട്ടിൽ കൊടുത്തിട്ടാണ് ഞാൻ പോകുന്നത്. അപ്പോൾ അന്നേരം അവിടുത്തെ സാറാണ് എന്നോട് ഇങ്ങനെ പറഞ്ഞത്, നമുക്കൊരു NRIക്കാർക്ക് നാട്ടിൽ ഒരു നോർമൽ അക്കൗണ്ട് പാടില്ല എന്ന്. അപ്പോൾ അത് ഈ ഫോറിൻ എക്സ്ചേഞ്ച് മാനേജ്മെൻറ്റ് ആക്ട് പ്രകാരവും പിന്നെ ഇൻകം ടാക്സ് റൂൾ അനുസരിച്ചും അങ്ങനെ പാടില്ല എന്ന് നിയമമുണ്ട്. അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു അക്കൗണ്ട് ഉണ്ടെങ്കിൽ അത് പിന്നെയാണെങ്കിൽ പോലും നമ്മൾ യൂസ് ചെയ്ത് കഴിയുമ്പോൾ അത്രയും നാളത്തെ ഫൈൻ അതിൽ നമ്മൾ അടയ്ക്കേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ എന്തെങ്കിലും ഒരു അക്കൗണ്ട് ഉണ്ടെങ്കിൽ, നോർമൽ അക്കൗണ്ട് വേറെ ഉണ്ടെങ്കിൽ SBIയിലോ എവിടെയെങ്കിലും നോർമൽ അക്കൗണ്ട് ഉണ്ടെങ്കിൽ അത് നമ്മളൊന്നെങ്കിൽ ക്ലോസ് ചെയ്യണം, ആ അക്കൗണ്ട് ക്ലോസ് ചെയ്യണം. അല്ലെങ്കിൽ നമ്മളത് ആ അക്കൗണ്ട് NRO ആക്കി ചേഞ്ച് ചെയ്യണം. അപ്പോൾ പിന്നെ ഞാൻ ഫെഡറൽ ബാങ്കിൽ NRE എടുക്കാൻ നേരത്ത് അവർ ഇവിടുത്തെ അഡ്രസ്സ്, നമ്മുടെ പോകുന്ന സ്ഥലത്തെ അഡ്രസ്സൊക്കെ ചോദിച്ചായിരുന്നു. അപ്പം എൻ്റെ കയ്യിൽ കോൺട്രാക്റ്റ് പേപ്പർ ഉണ്ടായിരുന്നു, അതിനകത്ത് ഹോസ്പിറ്റൽ അഡ്രസ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം ഞാൻ ആ അഡ്രസ്സ് മാത്രമേ അവർക്ക് കൊടുത്തുള്ളൂ. അപ്പോൾ അവരത് അക്സെപ്റ്റ് ചെയ്യുകയും ചെയ്തു, അക്കൗണ്ടൊക്കെ റെഡിയാക്കുകയും ചെയ്തു. പിന്നെ എനിക്ക് SBIയിൽ ഒരു അക്കൗണ്ട് ഉണ്ടായിരുന്നു. അപ്പം ഞാൻ SBIയിലെ അക്കൗണ്ട് എനിക്ക് ക്ലോസ് ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു, കാരണം എനിക്ക് സ്റ്റൈഫൻഡ് വരുന്നത് അതിനകത്തായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാനത് ക്ലോസ് ചെയ്തില്ല. അത് NRO ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെന്നു. പക്ഷേ SBIയിൽ ഭയങ്കര ചടങ്ങാണ് നമ്മൾ ചെല്ലുമ്പോൾ. അവരപ്പം നമ്മളോട് അഡ്രസ്സൊക്കെ ചോദിച്ചു, NRO ആക്കാൻ വേണ്ടിയിട്ടുള്ളത് ഇവിടുത്തെ അഡ്രസ്സ്. അപ്പോൾ എൻ്റെ കയ്യിൽ ഇവിടുത്തെ താമസിക്കുന്നതിൻ്റെ അഡ്രസ്സ് എനിക്ക് കിട്ടിയിട്ടില്ലായിരുന്നു അന്നേരം. അപ്പോൾ അവർ ഹോസ്പിറ്റൽ അഡ്രസ്സ് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് അവരത് അക്സെപ്റ്റ് ചെയ്തില്ല. അപ്പോൾ അതുകൊണ്ട് NRO അക്കൗണ്ട് ആക്കാനുള്ളത് ഹോൾഡ് ചെയ്ത് വെച്ചേക്കുവാണ്, ഇപ്പോഴും ആയിട്ടില്ല. അപ്പോൾ ഇവിടെ അവരെന്നോട് പറഞ്ഞു മെയിൽ IDയും അവിടുത്തെ നമ്പറൊക്കെ തന്നിട്ട് ബാക്കി പ്രൂഫ് എല്ലാം കൊടുത്തിട്ട് ഞാൻ പോകുന്നത്. അപ്പോൾ ഇനി എല്ലാം തന്നിട്ട് ഇവിടെ വന്നു കഴിയുമ്പോൾ അവരുടെ മെയിലിലേക്ക് ഇവിടുത്തെ അഡ്രസ്സാണ്, ഞാൻ താമസിക്കുന്ന സ്ഥലത്തിൻ്റെ അഡ്രസ്സ് അയച്ചു കൊടുത്താൽ മതി. അപ്പോൾ അവർ അത് NRO ആക്കിക്കൊള്ളാമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ആ അക്കൗണ്ട് അത് അത്രയും ചെയ്തിട്ടാണ് ഞാൻ പോകുന്നത്. പിന്നെ നോക്കിയപ്പോൾ ഞാൻ എൻ്റെ വീട്ടിൽ ചെന്ന് കഴിയുമ്പോൾ അച്ഛൻ പറയുക, എൻ്റെ അച്ഛൻ്റെയും പേരിൽ നഴ്സിംഗ് പഠിക്കാൻ പോകുന്ന സമയത്ത് ഞങ്ങളുടെ 2 പേരുടെയും പേരിൽ ഒരു ജോയിൻ്റ് അക്കൗണ്ട് കൂടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് പിന്നെ ഞാൻ ഓർത്തു, ഞാനിപ്പോൾ ജോയിൻ്റ് അക്കൗണ്ട് അല്ലേ, അപ്പോൾ കുഴപ്പമില്ലായിരിക്കും എന്ന് വിചാരിച്ച് അത് ക്ലോസ് ചെയ്യേണ്ടതെന്ന് വിചാരിച്ചാൽ. അപ്പോഴാണ് അച്ഛൻ പറയുന്നത്, അച്ഛൻ അതിൽ പൈസ ഇടുന്നുണ്ട്, ആ അക്കൗണ്ടിൽ ഇടുന്നുണ്ടെന്ന്. അപ്പം അതിൽ പൈസ ഇടുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ആ പൈസയിൽ നിന്ന് അതിൽ നിന്ന് ഫൈൻ കട്ട് ചെയ്താലോ എന്ന് വിചാരിച്ചിട്ട് പിന്നെ ഞാൻ ചെന്ന് അതിൻ്റെ ആ അക്കൗണ്ടിൽ അച്ഛൻ്റെ മാത്രമായിട്ട് മാറ്റാനായിട്ട് കൊടുത്തു.
അതിനും കുറേ പേപ്പേഴ്സും കാര്യങ്ങളൊക്കെ കൊടുക്കേണ്ടി വന്നു. എന്ത് ചെയ്താലും ഒത്തിരി ഫോർമാലിറ്റീസ് ഉണ്ടല്ലോ, അപ്പോൾ അതങ്ങനെ കൊടുത്തു. പിന്നെ ഞാനിതൊക്കെ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് കുറേ കാര്യങ്ങളൊന്നും ഐഡിയ ഇല്ലായിരുന്നു. ഇങ്ങനെ വേറെ അക്കൗണ്ട് പാടില്ല, നമ്മൾ NRE എടുക്കുമ്പോൾ നമ്മുടെ നോർമൽ അക്കൗണ്ട് ക്ലോസ് ചെയ്തില്ലെങ്കിൽ കുഴപ്പമുണ്ട്, അങ്ങനെയൊന്നും എനിക്കറിയത്തില്ലായിരുന്നു. അപ്പോൾ എനിക്ക് ഇങ്ങനെ ആ സാറാണ് പറഞ്ഞു തന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനൊരു ചെറിയൊരു ഇൻഫർമേഷൻ പോലെ, അറിയാൻ പാടില്ലാത്തവർക്ക്, എല്ലാവർക്കും തന്നെ അറിയായിരിക്കും, അറിയാൻ പാടില്ലാത്തവർക്കൊരു ഇൻഫർമേഷൻ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചുകൊണ്ടാട്ടെ ഞാൻ വീഡിയോ ചെയ്യുന്നത്. പിന്നെ ഞാൻ മുത്തൂറ്റിലാണ് കറൻസി മാറ്റാനായിട്ട് പോയത്. അപ്പോൾ അവിടെ ചെന്ന് എല്ലാ പാസ്പോർട്ടും വിസയും ഒക്കെ കൊടുത്തു, എല്ലാം സെറ്റാക്കി അവസാനം വന്നു കഴിഞ്ഞപ്പോൾ അവർ പറയുന്നത് എൻ്റെ പാൻ കാർഡും ആധാർ കാർഡും ലിങ്ക് അല്ല എന്നുള്ള കാര്യം. അപ്പോൾ ഇങ്ങനെ പോരുന്ന ആൾക്കാരുണ്ട്. ഇനിയിപ്പം വേറെ സ്ഥലത്ത് കറൻസി മാറുന്നതിന് അതൊക്കെ നോക്കുന്നുണ്ടോയെന്ന് അറിയത്തില്ല. നോക്കുന്നുണ്ടാവും എല്ലായിടത്തും. നമ്മുടെ ആധാറും പാൻ കാർഡും ലിങ്ക് അല്ലെങ്കിൽ അക്കൗണ്ട് പോലും നമുക്ക് പൈസ ട്രാൻസ്ഫർ ചെയ്യാനോ ഒന്നിനും പറ്റത്തില്ല എന്നൊക്കെ പറയുന്നത്, പറ്റത്തില്ലല്ലോ. അപ്പോൾ ഞാൻ ആ സമയത്തൊന്നും അവിടെ ഇല്ലായിരുന്നു. അങ്ങനെ ലിങ്ക് ചെയ്യേണ്ടത് ഇതൊക്കെ പറഞ്ഞ സമയത്തൊന്നും ഞാൻ അവിടെ ഇല്ലായിരുന്നു. പിന്നെ അതൊക്കെ വിട്ടും പോയി, ഞാൻ മറന്നുപോയി. അപ്പോഴാണ് അവർ പറയുന്നത് അവർക്കത് ഇത് തരാൻ പറ്റത്തില്ല. കുറേ എല്ലാം കഴിഞ്ഞ് കഴിയുമ്പം അവർക്കത് ഇത് ലിങ്ക് അല്ലാത്ത കാരണം തരാൻ പറ്റത്തില്ല എന്ന്. എന്തോ ഭാഗ്യം കൊണ്ട് ഞാൻ പോരുന്നതിന് ഒരാഴ്ച മുമ്പ് ഞാൻ കറൻസി കൊടുക്കാനായിട്ട് പോയായിരുന്നു. അല്ല, ഞാൻ പോരുന്നതിന് തലേദിവസമൊക്കെ പോയായിരുന്നെങ്കിൽ എനിക്കത് മാറ്റി കൊണ്ടുവരാൻ പോലും പറ്റത്തില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ തലയാഴ്ച പോയതുകൊണ്ട് അവർ പറഞ്ഞു തരാൻ പറ്റത്തില്ല, അപ്പോൾ ഇത് ലിങ്ക് ചെയ്യണമെന്ന് പറഞ്ഞു. പിന്നെ പെട്ടെന്ന് കൊണ്ടുവന്ന് ഞാൻ ആധാർ കാർഡും പാൻ കാർഡും അക്ഷയ കൊണ്ടുവന്ന് ലിങ്ക് ചെയ്യാൻ കൊടുത്തു. അതിനും വേണം 48 മണിക്കൂർ കഴിഞ്ഞിട്ടൊരു OTP വരും. ആ OTP കൊടുത്തു കഴിയുമ്പോൾ പിന്നെ 48 മണിക്കൂർ കഴിയുമ്പോഴാണ് ലിങ്ക് ആവത്തുള്ളൂ. അപ്പോൾ അതും ചെയ്തിട്ടാണ് പിന്നെ പെട്ടെന്ന് പോയി കറൻസി മാറ്റിയെടുത്തതൊക്കെ. അപ്പോൾ നമ്മൾ ഇങ്ങോട്ടൊക്കെ പോരുമ്പോൾ യൂറോപ്യൻ കൺട്രീസിലോട്ട് ഇങ്ങോട്ട് പോകുമ്പോഴാണെങ്കിലും കുറച്ച് നേരത്തെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തു വെക്കുവാണെങ്കിൽ നന്നായിരിക്കും. കാരണം എൻ്റെ എല്ലാ മുഹൂർത്ത സമയത്ത് ഓട്ടമായിരുന്നു. അതുകൊണ്ടാണ് പറയുന്നത്. ഇങ്ങനെ കാര്യങ്ങൾ നടക്കും, പക്ഷേ എല്ലാം പെട്ടെന്നായിരിക്കും. ആ ഒരു മുഹൂർത്ത സമയത്തായിരിക്കും ഞാനെല്ലാം ചെയ്യാൻ വേണ്ടിയിട്ട് ഓടുന്നത്. അതുകൊണ്ട് അതൊന്ന് ശ്രദ്ധിക്കുക എല്ലാവരും, നേരത്തെ ചെന്ന്. പിന്നെ എല്ലാവർക്കും അറിയാം, അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല, എന്നാലും ശ്രദ്ധിക്കുക. പിന്നെ വിസ എടുക്കാൻ പോയപ്പോൾ VFSന് ബാംഗ്ലൂരാണ് കിട്ടിയത്. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ നമ്മൾ ചെല്ലുമ്പോൾ തന്നെ താഴത്തെ ഗ്രൗണ്ട് ഫ്ലോറിൽ തന്നെ കുറേ സ്റ്റാഫുകൾ നിൽക്കുന്നുണ്ടാവും. അപ്പോൾ അവർ ഇവിടുത്തെ സിമ്മും ജർമ്മനിയിലെ സിമ്മും പിന്നെ അക്കൗണ്ടും എടുക്കാൻ വേണ്ടിയിട്ടാണ്, അക്കൗണ്ട് നമ്മളെ കൊണ്ട് എടുപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അവരവിടെ സ്റ്റാഫ് നിൽക്കുന്നത്. പക്ഷേ നമ്മൾ എടുക്കുന്നതിന് കുഴപ്പമുണ്ടായിട്ടല്ല, നമ്മൾ ചെല്ലുമ്പോൾ ഡയറക്റ്റ് അതെടുക്കാൻ നിൽക്കാതെ നേരെ VFSന് കയറിപ്പോയി അത് ക്ലിയർ ചെയ്യാൻ നോക്കുക ആദ്യമേ തന്നെ. അപ്പോൾ നമ്മൾ ഇതിന് വെയിറ്റ് ചെയ്ത് കഴിയുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ സിമ്മ് അവർ തരും, പെട്ടെന്ന് തന്നെ തരും. പക്ഷേ അക്കൗണ്ട് എടുക്കാൻ നേരത്തെ തന്നെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പാൻ കാർഡ് വേണം, ആധാർ കാർഡ് വേണം, പിന്നെ OTP വരുന്ന ഫോൺ നമ്പർ വേണം, അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിൽ ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്ത്, നിയോ എന്ന് പറയുന്നൊരു ആപ്പാണ്, അത് ഡൗൺലോഡ് ചെയ്തിട്ട് വേണം അത് ചെയ്യാനായിട്ട്. അതിൽ കുറേ പ്രൊസീജിയേഴ്സ് ഉണ്ട്. അത് അവർ തന്നെ നമുക്ക് പറഞ്ഞു തരും. പക്ഷേ നമ്മൾ പകുതി ചെയ്ത് കഴിയുമ്പോഴായിരിക്കും ചിലപ്പോൾ അത് കിട്ടാണ്ട് വരുന്നത്, ചിലപ്പോൾ നെറ്റ് പ്രോബ്ലം വരുന്നത്, ചിലപ്പോൾ പിന്നെയും ആദ്യത്തിലോട്ട് പോകുന്നത്. അപ്പോൾ ഒരുപാട് സമയം അവിടെ നമുക്ക് വേസ്റ്റായി പോവുകയാണ്. പിന്നെ നമുക്കൊരു അപ്പോയിൻമെൻറ്റ് ടൈം തന്നിട്ടുണ്ടാവും VFSന്. ഇപ്പോൾ 12 മണിക്ക് അല്ലെങ്കിൽ 1 മണിക്ക് അപ്പോയിൻമെൻറ്റ് ടൈം തന്നിട്ടുണ്ടാവും. നമ്മൾ ഒരിക്കലും ആ ടൈം നോക്കി നിൽക്കരുത്. കാരണം കുറേ പേർക്ക് പറ്റിയതാണ്. ഇപ്പോൾ 2 മണിക്ക് ടൈം ബാംഗ്ലൂർ തന്നെ ഉണ്ട്, രാവിലെ അവിടെ ചെന്നതായിരിക്കും. അപ്പോൾ 2 മണിക്കാണല്ലോ ടൈം തന്നിരിക്കുന്നത്, അപ്പോൾ നേരത്തെ പോകണ്ടല്ലോ എന്ന് വിചാരിച്ച് താമസിച്ച് വന്നവരുണ്ട്. പക്ഷേ അവിടെയെന്ന് വെച്ച് നമുക്ക് ടൈം തന്നാൽ പോലും നമ്മൾ രാവിലെ തന്നെ എത്രയും നേരത്തെ ചെല്ലാൻ പറ്റുന്നോ അത്രയും നേരത്തെ ചെല്ലുവാണെങ്കിൽ അവിടെ തിരക്കില്ലാതെ നമുക്ക് പെട്ടെന്ന് തന്നെ
വിസയുടെ കാര്യങ്ങൾ നടത്തിയിട്ട് ഇറങ്ങാവുന്നതാണ്. അപ്പോൾ പിന്നെ ഒരു 10 മണി 11 മണിയൊക്കെ ആകുമ്പോഴേക്കും അവിടെ നല്ല തിരക്കാവും. കാരണം നമ്മുടെ മാത്രമല്ല, ഒരുപാട് സ്ഥലങ്ങളിലേക്ക് പോകാനുള്ള ആൾക്കാരുണ്ടാവും. അപ്പോൾ ഭയങ്കര തിരക്കാവും. പിന്നെ അത് താമസിച്ച് പ്രൊസീജിയേഴ്സൊക്കെ താമസിച്ചേ നടക്കത്തുള്ളൂ. അപ്പോൾ പിന്നെ അതെല്ലാം കഴിഞ്ഞ് തിരിച്ചിറങ്ങുമ്പോഴേക്കും നല്ലൊരു നേരമാകും. കാരണം നമ്മൾ നാട്ടിൽ നിന്ന് പോകുന്നതാണ്, നമുക്ക് വൈകിട്ട് ബസ് ഉണ്ടാകും. അപ്പോൾ അതിന് തിരിച്ച് എത്രയും നേരത്തെ ഇറങ്ങിക്കഴിഞ്ഞാൽ അത്രയും നല്ലതല്ലേ. അപ്പോൾ ചെല്ലുമ്പോൾ അത് നോക്കി വേണം, അങ്ങനെ ആ ടൈമിന് വേണ്ടി നോക്കി നിൽക്കണ്ട, ഡയറക്റ്റ് കയറി ചെല്ലാം, അതെല്ലാം ചെയ്യണം. പിന്നെ സിമ്മ് നമുക്ക് അവരൊരു 450 രൂപയുടെ സിമ്മാണ് നമ്മൾ ജർമ്മനിയിലേക്ക് പോരാൻ നേരത്തെ അവർ ലെബാര എന്ന് പറയുന്നൊരു സിമ്മാണ് തരുന്നത്. സിമ്മ് കുഴപ്പമില്ല. പക്ഷേ ഞങ്ങൾ സിം എടുത്തുകൊണ്ട് വന്ന് എയർപോർട്ടിൽ വെച്ച് തന്നെ ലെബാര സിമ്മ് ഞങ്ങൾ ആക്ടിവേറ്റ് ചെയ്തു. അപ്പോൾ ഒരു മാസത്തേക്ക് 30 GB ഇവിടെ ഞങ്ങൾക്ക് കിട്ടുന്നുണ്ടായിരുന്നു. പക്ഷേ ഒരു കുഴപ്പമെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഗ്രൂപ്പായിട്ടും ഒക്കെ കുറേ സ്റ്റാഫല്ലേ വരുന്നത്. അപ്പോൾ ഞങ്ങൾക്കൊരു ഗ്രൂപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വാട്സപ്പ് ഞങ്ങൾക്ക് വേണം, വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കണം. അപ്പോൾ ഈ സിമ്മിൻ്റെ കുഴപ്പമാണ് എന്താണെന്ന് അറിയത്തില്ല. ഞങ്ങൾക്ക് ഇവിടെ വന്ന് സിം ആക്ടിവേറ്റ് ആയി, ഞങ്ങൾക്ക് നെറ്റ് കിട്ടുന്നുണ്ട്, വിളിക്കാൻ പറ്റുന്നുണ്ട്, ഒക്കെ സാധിക്കുന്നുണ്ട്. പക്ഷേ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് അതിൽ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കാൻ പറ്റുന്നില്ല. വാട്സപ്പ് ഗ്രൂപ്പല്ല, വാട്സപ്പ് ഉണ്ടാക്കാൻ പറ്റുന്നില്ല. ഓൾറെഡി നാട്ടിലെ സിമ്മിൽ വാട്സപ്പ് ഉണ്ട്. ഇപ്പോൾ ഒരു സെക്കൻഡ് വാട്സപ്പ് ബിസിനസ്സിൽ അത് ഉണ്ടാക്കാൻ നോക്കിയിട്ട് എന്ത് ചെയ്താൽ അത് നടക്കുന്നില്ല. അപ്പോൾ ഇപ്പോൾ ആദ്യം വന്ന ഒരു 3-4 പേര് അത് വാട്സപ്പ് ഉണ്ടാക്കാൻ പറ്റാത്ത കാരണം കൊണ്ട് അവരത് മാറ്റിയിട്ട് പുതിയ സിമ്മ് €25 കൊടുത്ത് പുതിയ സിം എടുക്കുകയാണ് ചെയ്തത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഈ സിമ്മ് കൊണ്ടുവരുന്നതിന് ചിലവർക്ക് ആവുന്നുണ്ട്, അതൊരു ലക്കിന് 1-2 പേർക്ക് ആയിട്ടുമുണ്ട് കേട്ടോ, ഇല്ലയെന്ന് പറയുന്നില്ല. അതുകൊണ്ട് കൊണ്ടുവന്നുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷേ ചിലവർക്ക് ആവുന്നുമില്ല. ആ സിമ്മ് വെറുതെ കളഞ്ഞിട്ട് അടുത്ത സിമ്മ് ഞങ്ങൾ മേടിക്കുകയും ചെയ്യണം. പിന്നെ എന്താ പറയുന്നത്, പിന്നെ നാട്ടിൽ നിന്ന് സാധനങ്ങൾ കൊണ്ടുവരുമ്പോൾ അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ കൊണ്ടുവരിക. ഒത്തിരി സാധനങ്ങൾ കൊണ്ടുവരുന്നതല്ല, ഇവിടെ ആദ്യത്തെ മാസം വരുമ്പോൾ നമ്മുടെ കയ്യിലുള്ള പൈസ കൊണ്ടായിരിക്കും നമ്മൾ കാര്യങ്ങളൊക്കെ നടത്തുക. അപ്പോൾ അതിനനുസരിച്ചുള്ള എല്ലാം കുറച്ചാണെങ്കിലും കൊണ്ടുവരാൻ നോക്കുക. ഞാൻ എല്ലാ സാധനങ്ങളും തന്നെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഗൾഫ് കൺട്രീസൊക്കെ വഴി പോരുവാണെങ്കിൽ നല്ല ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, വെയിറ്റൊക്കെ കറക്റ്റായിട്ട് ചെക്ക് ചെയ്യുന്നുണ്ടാവും. പക്ഷെ ഞങ്ങൾക്ക് എത്യോപ്യൻ എയർലൈൻസിനായിരുന്നു ഞങ്ങൾ വന്നത്, അതുകൊണ്ടായിരിക്കും അധികം അങ്ങ് ചെക്കിങ് ഇല്ലായിരുന്നു, കുഴപ്പമില്ലായിരുന്നു. പിന്നെ VFSന് ചെന്നപ്പോൾ അക്കൗണ്ട് എടുത്തു എന്ന് ഞാൻ പറഞ്ഞില്ലേ, നിയോ അക്കൗണ്ട്. അത് SBM എന്ന് പറയുന്ന ഒരു അക്കൗണ്ടാണ് കേട്ടോ. SBM എന്ന് പറഞ്ഞ അക്കൗണ്ടാണ്. അത് 0 ബാലൻസ് അക്കൗണ്ടാണ്. അക്കൗണ്ട് എടുക്കുന്നതിന് നമുക്ക് നഷ്ടമൊന്നുമില്ല. അതിൻ്റെ ബെനിഫിറ്റ് എന്ന് പറയുന്നത്, എനിക്ക് അത്ര കാര്യമായിട്ട് SBM അക്കൗണ്ടിനെ കുറിച്ച് അറിയത്തില്ല. ഞാൻ നാട്ടിലെ ബാങ്കിലൊക്കെ അവരോടൊക്കെ ചോദിച്ചു ഇതിൻ്റെ എന്താണ് ബെനിഫിറ്റ് എന്ന്. ഇത് നമ്മുടെ ഡെബിറ്റ് കാർഡായിട്ട് കിട്ടുന്നതാണ്. നമ്മൾ എന്തെങ്കിലും പർച്ചേസിങ് കാര്യങ്ങൾ അതിൽ നമ്മൾ എമൗണ്ട് ഇട്ടിട്ട് നമ്മൾ പർച്ചേസിങ് കാര്യങ്ങളൊക്കെ നടത്തുവാണെങ്കിൽ അതിൽ ടാക്സോ കാര്യങ്ങളോ അങ്ങനെയൊന്നും പിടിക്കുന്നില്ല. നമ്മൾ വേറെ രാജ്യങ്ങൾ കറങ്ങാൻ പോകുമ്പോഴും അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ പോകുമ്പോഴാണെങ്കിൽ പോലും ഈ അക്കൗണ്ടിൽ പൈസയായിട്ട് നമ്മൾ സാധനങ്ങൾ വാങ്ങിക്കുകയാണെങ്കിൽ അതിൽ വേറെ ചാർജസ് ഒന്നും വരുന്നില്ല എന്നാണ് അവർ പറയുന്നത്. ആ ഒരു ബെനിഫിറ്റ്സ് ആണ് അതിൽ കാണിക്കുന്നത്. വേറെ പ്രത്യേകിച്ച് ബെനിഫിറ്റ്സ് ഒന്നും എനിക്കറിയത്തില്ല കേട്ടോ. ഇത്രയും കാര്യം എനിക്കറിയത്തുള്ളൂ. എന്തായാലും ഞാൻ അക്കൗണ്ട് എടുത്തിട്ടുണ്ട്, അക്കൗണ്ട് ആക്ടിവേറ്റ് ആവുകയും ചെയ്തിട്ടുണ്ട്. പിന്നെന്താ, വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല കേട്ടോ. ഇത്രയൊക്കെ കാര്യങ്ങൾ പോരാൻ നേരത്തെ അക്കൗണ്ടിൻ്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. നോർമൽ അക്കൗണ്ട് ഉണ്ടെങ്കിൽ അത് ഒന്നെങ്കിൽ ക്ലോസ് ചെയ്യുക, അല്ലെങ്കിൽ അത് NRO ആക്കി ഇടുക. പിന്നെ കറൻസി എന്തെങ്കിലും മാറുന്നുണ്ടെങ്കിൽ അതിന് മുമ്പ് ആധാർ കാർഡും പാൻ കാർഡൊക്കെ ലിങ്ക് ആണോ എന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ എല്ലാ കാര്യങ്ങളും ഒരാഴ്ച നമ്മൾ പോരുന്നതിന് ഒരാഴ്ച മുമ്പെങ്കിലും എല്ലാ കാര്യങ്ങളും ഒന്ന് നോക്കി വയ്ക്കുക. പിന്നെ വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. അപ്പോൾ ഞാൻ ഇത്രയും കാര്യങ്ങൾ പറയാനായിട്ടാണ് വലിച്ചു കിട്ടിയിട്ടില്ലാന്ന് തോന്നുന്നു.
അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ ബെല്ലൈക്കൺ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോസുകൾ കൊച്ചു കൊച്ചു വീഡിയോസുകളാണ്, എന്നാൽ പോലും ഞാനിടുന്ന വീഡിയോസുകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ ബൈ.